നമസ്കാരം. പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മൾ ഒരു മാസത്തെ അനിശ്ചിതത്വത്തിന് അടിവരയിട്ടുകൊണ്ട് പി വി അൻവർ നാളെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിനേക്കാളപ്പുറം അദ്ദേഹം മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ ഭരണമുന്നണിയായ DMK മുന്നണിയുമായി ഒരു അലയൻസിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കം കൂടി നടത്തിയിരിക്കുന്നു. ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അത് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാരണം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണെങ്കിൽ പോലും DMK എന്ന് പറയുന്നത് തീർത്തും ഒരു ദ്രാവിഡ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ എത്രത്തോളം കേരളത്തിൽ ഉള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഒരു അലയൻസ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഒരു ഭാവി, അല്ലെങ്കിൽ പി വി അൻവർ യഥാർത്ഥത്തിൽ CPM-നെ വെട്ടിലാക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലൊരു നീക്കം നടത്തിയെന്നതാണ് ഞാൻ സംശയിക്കുന്നത്. എന്താണ് അതിൻ്റെ ഒരു കറക്റ്റ് എന്താണ് അവസ്ഥ? അത് തമിഴ്നാട് പോലൊരു സംസ്ഥാനത്ത് DMK ആയാലും ADMK ആയാലും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ നേതാക്കന്മാരോ ബന്ധപ്പെട്ടാൽ അതിൻ്റെ പ്രയോജനം കിട്ടിയ ഒരു സംഭവം നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളൂ. ഒന്ന്, നമ്മുടെ ചിറ്റൂരിൽ നിന്ന് സ്ഥിരം MLA ആയിക്കൊണ്ടിരിക്കുന്ന ജനതാദളിൻ്റെ കൃഷ്ണൻകുട്ടി ഒരു പ്രാവശ്യം സ്ഥിരം എതിരാളിയായ അച്യുതനായിട്ട് മത്സരിച്ച് ഏറെക്കുറെ ഒപ്പത്തിനൊപ്പം എത്തി. മത്സരത്തിൽ ഒരാഴ്ച എടുക്കുന്തോറും അതുപോലെ ഏറ്റവും തീക്ഷ്ണമായ മത്സരമായിരുന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ കോൺഗ്രസ് ജയലളിതയെ രംഗത്തിറക്കിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ജയലളിത, അന്ന് ജയലളിത ജീവിച്ചിരിക്കുന്നു, രംഗത്തിറക്കി. വളരെ തുച്ഛമായ വോട്ടിന് 5000 താഴെ വോട്ടിന് കൃഷ്ണൻകുട്ടി തോക്കുകയാണ് ചെയ്യുന്നത്. ഇന്നോട്ട് കൃഷ്ണൻകുട്ടിക്ക് വേറൊരു പേരും വന്നു. കൃഷ്ണൻകുട്ടിയുള്ള മുന്നണി ജയിക്കുമ്പോഴൊന്നും കൃഷ്ണൻകുട്ടി MLA ആയിരിക്കില്ല. കൃഷ്ണൻകുട്ടി ജയിക്കുന്നപ്പം മുന്നണി ജയിക്കില്ല. അങ്ങനത്തെ ഒരു, പിന്നെ ഈ ലാസ്റ്റാണ് ഈ സിറ്റുവേഷൻ ഒന്നും മാറി അങ്ങനൊരു മന്ത്രിയൊക്കെ ആകാൻ പറ്റിയത്. അതുപോലെ അൻവർ കണക്ക് കൂട്ടുന്ന ഒരു മീഡിയയുണ്ട്. കൃഷ്ണൻകുട്ടിക്ക് ചിറ്റൂർ എന്ന് പറയുന്നത് ജനതാദൾ ഇല്ലെങ്കിലും ചിറ്റൂർ ജനതാദളാണ്. അങ്ങനെ ഒരു ഫീൽഡ് നിലമ്പൂർ അങ്ങനെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. ചവിട്ടി നിൽക്കാൻ ഒരു ഫീൽഡ് ഒരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബാലകൃഷ്ണപിള്ള കൊട്ടാരക്കര നമ്മൾ ഉദാഹരണം പറയാൻ വേണ്ടി തോറ്റാൽ പോലും അവിടെ ഒരു ഫീൽഡുണ്ട്. ആ ഫീൽഡ് ഒരുക്കി നിർത്തിയിട്ടാണ് അതേത് ഇപ്പോൾ ഒരു മുന്നണി പോകുന്നതിന് മുമ്പുള്ള അൻവറിൻ്റെ കാര്യം പറഞ്ഞത്, ഒരു മുന്നണിയായിട്ട് ബന്ധപ്പെടാതെ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പം ഞാൻ കണക്കൂട്ടിയതിനേക്കാൾ വളരെ നന്നായി ഗൃഹപാഠം ചെയ്തിട്ടാണ് അൻവർ ഓരോ ചൂടും വയ്ക്കുന്നത്. ആരാണ് അൻവർ അതിനെ സഹായിക്കുന്നതെന്നറിയില്ല, പക്ഷെ അൻവർ അങ്ങനെ ഓരോ ചൂടും വയ്ക്കുന്നത്. കാരണം അൻവർ DMK-യിൽ ചേരാൻ തീരുമാനിക്കുമ്പോൾ ഒരു 2, 3 അല്ലെങ്കിൽ 3, 4 ഓപ്ഷൻ അദ്ദേഹം തുറന്നിട്ടിരിക്കുകയാണ്. 3, 4 ഭാഗങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനം, DMK മുന്നണിയിലായതുകൊണ്ട് പിണറായി വിജയനോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ കൂടെ ഒരു പരിധി വിട്ട് വ്യക്തിപരമായി അൻവറിനെ ആക്രമിക്കാൻ പറ്റില്ല. അപ്പോൾ തിരിച്ച് ഇപ്പം എൻ്റെയൊക്കെ മനസ്സിലുണ്ടാകുന്ന സംശയം, ഇതൊരു പിണറായി വിജയനും അൻവറുമായിട്ടുള്ള ഫൈറ്റ് ഒരു അറേഞ്ച്ഡ് ഫൈറ്റാണെന്നുള്ള സംശയം ഒന്ന് വരുന്നുണ്ട് ഒരു രംഗത്ത്. കാരണം പിണറായി വിജയൻ സ്ട്രോങ് ആയിട്ട് സ്റ്റാലിനെ വിളിച്ച് പറഞ്ഞാൽ, അൻവറിനെ നിങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നു, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ, നമ്മൾ പുറമേ കേട്ടിരിക്കുന്ന സ്റ്റാലിൻ പിണറായി ബന്ധം ഉപയോഗിച്ചാൽ ചിലപ്പോൾ അൻവറിൻ്റെ ഈ നീക്കത്തെ നിർവീര്യമാക്കാൻ പറ്റും. അതെന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്റ്റാലിൻ പിണറായി വിജയനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ഇവിടെ സ്റ്റാലിൻ ആഗ്രഹിക്കുന്ന ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒത്തിരി ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ, ആരാണ് നേതാവാകുന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പം വന്നാൽ, ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ സീറ്റുകൾ ചിലപ്പോൾ കിട്ടാൻ പോകുന്നത് വീണ്ടും തെക്കേ ഇന്ത്യയിൽ തന്നെയായിരിക്കും. തെക്കേ ഇന്ത്യയിൽ നാളെ സ്റ്റാലിന് ഇതുപോലെ പ്രധാനമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ സീറ്റ് മാത്രം പറഞ്ഞല്ല, പക്ഷേ എങ്കിൽ പോലും 39 സീറ്റുണ്ട് അദ്ദേഹത്തിന്. അത് 39 സീറ്റുണ്ട്. ഇവിടെ കേരളത്തിൽ ഒരു സീറ്റാണ് ഉള്ളത്. അല്ല, കേരളത്തിൽ 1-2 സീറ്റ് കിട്ടിയാലോ? അല്ല, അതൊക്കെ
ഞാൻ പറഞ്ഞ കേരളത്തിൽ സ്വീകാര്യത ഉണ്ടാവാന്ന് പറയുന്നത് ഒരു സീറ്റ് കിട്ടലൊന്നതിനേക്കാൾ അപ്പുറത്തേക്ക് DMK കേരളത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു വലിയ വഴി ഒരുങ്ങും. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഇവിടെ വരാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല, പരാജയപ്പെട്ടു പോയി. ഇപ്പൊ തൃണമൂൽ കോൺഗ്രസ് വരാൻ വേണ്ടി ശ്രമിച്ചു, നടന്നില്ല, അത് ആദ്യഘട്ടത്തിൽ തന്നെ പോയി. BSP വരാൻ വേണ്ടി വലിയ ശ്രമം നടത്തി, ഇവിടെ പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തിയെങ്കിൽ പോലും 10 വർഷം കഴിയുമ്പോഴേക്ക് BSPക്ക് യാതൊരു തരത്തിലും ഇവിടെ ക്ലച്ച് പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതേസമയം DMKക്ക് ചില സ്ഥാനാർത്ഥികളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. ഇപ്പോൾ ഇടുക്കിയിൽ സ്ഥാനാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തിരുവനന്തപുരത്ത് ബിജു രമേശിനെയൊക്കെ അവർ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ താങ്കൾ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് തന്നെ ഞാൻ വരാം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. BSP ഇവിടെ ക്ലച്ച് പിടിച്ചില്ല എന്നൊരു സാധനം ഇതുണ്ട്. ഗൗരിയമ്മ ഇവിടെ ക്ലച്ച് പിടിച്ചില്ല. ഈ ഗൗരിയമ്മയ്ക്കും BSPയൊക്കെ അഡ്രസ്സ് ചെയ്തത്, അല്ല അവർ സമീപിച്ചത് ഒരു പ്രത്യേക ജനവിഭാഗത്തെയാണ്. അൻവറിനും ചിലപ്പോൾ ആ ഒരു പ്രത്യേക മുസ്ലിം കമ്മ്യൂണിറ്റിയെ മാത്രം ഫേസ് ചെയ്യാൻ പോകുമ്പോൾ അൻവറും അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രശ്നമില്ലായിരിക്കും. അൻവർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പാർട്ടിയല്ല ഉണ്ടാക്കുന്നത്, കൃത്യമായി ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നതെന്ന് അൻവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, അൻവർ പറയുമ്പം അൻവറിന് അവിടെ അങ്ങനെ വരുമ്പം അൻവറിൻ്റെ എതിരാളി സ്ഥാനത്ത് നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി മാറി മുസ്ലിം ലീഗ് എതിർസ്ഥാനത്തേക്ക് വരിക. ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് വരുമ്പം അൻവറിൻ്റെ പ്രായോഗികമായ എതിരാളിയായിട്ട് മുസ്ലിം ലീഗ് മാറും. അൻവറിനേക്കാൾ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ചട്ടക്കൂടുള്ള ലീഗ് അപ്പുറം നിൽക്കുമ്പം അൻവറിന് ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. മാർക്സിസ്റ്റുകാരും ചിലപ്പോൾ ലീഗിനെ ഇൻഡയറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യും. വരാൻ പോകുന്ന പോസിബിലിറ്റി ഞാൻ പറയുന്നത്. ഇത് ഉള്ളിടത്തോളം കാലം, ഈ ഒരു പോസിബിലിറ്റി ഉള്ളിടത്തോളം കാലം അൻവറിന് ആ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല. അൻവർ DMK മുന്നണി ചേരുമ്പോൾ, DMKയുടെ ഒപ്പം ചേരുമ്പോൾ ഇവിടെ UDF ആയിട്ട് അലയൻസ് ഉണ്ടാകാൻ ഹി വിൽ ബി കമ്പൽ. സാഹചര്യങ്ങൾ അൻവറിനെ നിർബന്ധിക്കും. 2 or 3 സീറ്റ്, അല്ലെ 4 or 5 സീറ്റ് വരെ ചിലപ്പോൾ അൻവർ, ഈ ജലീലിൻ്റെ ഒക്കെ സീറ്റ് അൻവർ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കേണ്ടി വരും. 5 സീറ്റ് വരെയൊക്കെ അൻവറിന് ചിലപ്പോൾ കൊടുത്തു വരും. പ്ലസ് DMKയുടെ സപ്പോർട്ടുണ്ട്. കിഴക്കൻ പ്രദേശത്തെ സീറ്റുകൾ ആർക്ക് വരും? ഇന്ത്യ മുന്നണിയിലേക്ക് വരും. ഈ കണക്കൂട്ടലാണ് ഇപ്പോൾ അൻവർ നടത്തുന്നത്. നാളെ ഈ കണക്കൂട്ടൽ എങ്ങനെയാണ് പരാജയപ്പെടുന്നത്? ഇവിടെ BJP ഒരു വലിയ ഫാക്ടറായിട്ട് നിൽക്കുകയാണ്. BJPയുടെ അനുഭവം ശബരിമല ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയ BJPയാണ്. പക്ഷെ വോട്ട് കിട്ടിയത് കോൺഗ്രസിന്. ആ അപകടം അൻവറിന് ഇവിടെ ഉണ്ടാകത്തില്ലേ? മുസ്ലിം വികാരം ഒന്നുകൂടെ തീഷ്ണമാക്കുമ്പോൾ, അത് ഇടതുപക്ഷത്തെ കോർണർ ചെയ്തുകൊണ്ടുള്ള മുസ്ലിം വികാരം ഉണ്ടാക്കുന്നത് തീഷ്ണമായി ഉണ്ടാക്കുമ്പോൾ അല്ല, ഇപ്പം ഇദ്ദേഹം ഒരിക്കൽ പോലും അൻവർ ഒരു മുസ്ലിം ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു LDFനെ തടയാൻ വേണ്ടിയിട്ടല്ല ആദ്യ ശ്രമം നടത്തിയത്. യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒരു കാര്യം ഉണ്ടാക്കിയെടുത്തത് പിണറായി വിജയനാണ്. അതാണ് മലപ്പുറത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഈ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സ്വർണ്ണക്കടത്ത് പോലെ, ഹവാല പണം പോലെയുള്ള വലിയ വിഷയങ്ങൾ മലപ്പുറം കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ മനഃപൂർവ്വം പിണറായി വിജയൻ ശ്രമിച്ചു തന്നെ നമ്മളിൽ കാണേണ്ടത് അല്ലേ? അല്ല, പിണറായി വിജയൻ കാണിച്ചപ്പോൾ ആൻവറിന് തിരിച്ച് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. കൃത്യമായി മറുപടി പറഞ്ഞത് അല്ലല്ല, അതിനകത്ത് പ്രധാനപ്പെട്ട മറുപടി അല്ലല്ലോ. മലപ്പുറത്തല്ലല്ലോ കൂടുതൽ സ്വർണം വരുന്നത്, മയക്കുമരുന്ന് സ്വർണം വരുന്നത് ഗുജറാത്തിലല്ലേ? അതെ, മലപ്പുറം ജില്ലയേക്കാൾ 1000 ഇരട്ടി സ്വർണ്ണം അവിടെ വരുന്നത് ഗുജറാത്തിൽ വരുന്നുണ്ട്. കള്ളക്കടത്തിന് ഹബ്ബാണ്, ഇന്റർനാഷണൽ ഹബ്ബ്. അതെ. അപ്പൊ ഗുജറാത്തിന്റെ ആയ ഉത്തരം പറയും. പിന്നെ മാത്രമല്ല, ഇപ്പൊ കൊച്ചിയിൽ വരുന്ന സ്വർണം, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന സ്വർണം, അല്ലെങ്കിൽ മലപ്പുറത്ത് ഈ പറയുന്ന മലപ്പുറത്ത് എന്ന് പറയുന്ന കോഴിക്കോട് സ്വർണം, ഇത് യഥാർത്ഥത്തിൽ ഈ കൊച്ചിയിൽ വന്നിറങ്ങുന്ന എല്ലാം കൊച്ചിയിലാണ്, കൊച്ചിക്ക് വേണ്ടി വരുന്നതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന കരിപ്പൂര് വരുന്നതെല്ലാം മലപ്പുറത്ത് വരുന്നതാണ്. കണ്ണൂർ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുന്നതെല്ലാം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ വന്നിറങ്ങുന്നതാണ് എന്നൊക്കെ വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തന്നെ തെറ്റല്ലേ? ഈ സ്വർണം എത്രയോ കാലമായിട്ട് ഇവിടെ സ്വർണം വന്നിറങ്ങുന്നു. ഈ സ്വർണം എങ്ങോട്ട് പോകുന്നതിനെ കുറിച്ചിട്ട് ഇന്നേ വരെ പോലീസിനോ എൻഫോഴ്സ്മെന്റിനോ അല്ലെങ്കിൽ കസ്റ്റംസിനോ ഒന്നും കണ്ടെത്താൻ കഴിയാത്തത് വലിയ പരാജയമല്ല. 8 വർഷമായിട്ട് ഇവിടെ ആഭ്യന്തര ഞാനൊരു രസമുള്ള ഒരു കാര്യം പറയാം. നമ്മുടെ കൊച്ചി ബേസ്ഡ് സ്വർണ്ണക്കടകൾ പ്രധാനപ്പെട്ട എല്ലായിടത്തും കേരളം മുഴുവൻ അത് ആഭരണങ്ങൾ പണിത് രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഈ സ്വർണം, കള്ളക്കടത്ത് സ്വർണം രാജസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പല പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. ട്രെയിനുകളിലൊക്കെ കൊണ്ടുവരുമല്ലോ, പല പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ വരുന്നില്ലേ സ്വർണം? എല്ലാ സ്റ്റേറ്റിലും ഇത് വരുന്നുണ്ട്, എല്ലാ വിമാനത്താവളത്തിലും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മലപ്പുറത്തെ മാത്രം അങ്ങോട്ട് മാറ്റി നിർത്തി മലപ്പുറംകാരാണ് ഇതിൻ്റെ കള്ളക്കടത്തിൻ്റെ ഹബ്ബ് എന്ന് പറയാൻ
പറ്റില്ല. പക്ഷേ ഇവിടെ പ്രശ്നം കള്ളക്കടത്താണ് വിഷയമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ പല MLA-മാരും MP-മാരും ഒക്കെ പണ്ട് തോക്കണം. ഇന്ന് ഏറ്റവും സ്വീകാര്യനായ മാന്യനായ വ്യവസായിയായിട്ട് വെച്ചിരിക്കുന്ന യൂസഫ് അലിയാണ്. യൂസഫ് അലിക്ക് കള്ളക്കടത്തുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, പക്ഷേ യൂസഫ് അലിയാണ് വെച്ചിരിക്കുന്നത്. ബിസിനസ് കൊണ്ട് ലാഭം ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ അൻവറിനെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റില്ല. കള്ളക്കടത്ത് കുറ്റം ആരോപിച്ചുകൊണ്ട് അൻവറിനെ എതിർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് പറ്റില്ല. കാരണം അങ്ങനെ തന്നെയാണ്. കണ്ടെയ്നർ നോട്ട് വന്ന കേസ് പറയുന്നുണ്ട്, ഒത്തിരി കേസുകൾ പറയുന്നുണ്ട്. പ്രകടമായി ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു തെളിവ് പറയാനില്ല. അൻവർ കള്ളക്കടത്ത് നടത്തിയെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇവരെല്ലാം അതിനകത്ത് പങ്കാളിയുണ്ട്. അപ്പോൾ അൻവറിന് ഈ സൗദി അറേബ്യ ആഫ്രിക്കൻ സീറോ ലോണോ ഈ ഖനിയൊക്കെ നടത്തുന്ന സമയത്ത് അൻവറിന് ഫ്രീ ആയിട്ട് വിട്ടതരാം. ഏത് ഗവൺമെൻറ്റാണ് വിട്ടത്? അല്ല, അത് ഞാൻ ചോദിച്ചത്. കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് അൻവറുമായിട്ട് വലിയ സ്നേഹത്തിലും സാഹോദര്യത്തിലും വർത്തിച്ച ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് പിണറായി വിജയൻ. ഈ പിണറായി വിജയന് ആകെ അൻവർ തൊട്ടുകൂടാത്തവനായി മാറിയിട്ട് ഒരു ഒറ്റ മാസേ ആയിട്ടുള്ളൂ. അൻവർ പിണറായി ഞാൻ ഇപ്പോൾ വീണ്ടും ഈ ഇക്വേഷൻ പറഞ്ഞത് ലാസ്റ്റ് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. അൻവർ ഇത് പറയുമ്പോൾ മോഡി തന്നെ മോഡി തന്നെ പറഞ്ഞിട്ടുണ്ട് കള്ളക്കടത്ത് ഹബ്ബാന്നൊക്കെ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പറഞ്ഞാൽ നമ്മൾ അത് പറയാത്തൊരു വിഷയമുണ്ട്. ഇവിടെ സുപ്രീം കോടതിയുടെ വിധി വന്നു. കള്ളക്കടത്ത് അല്ലെ മണി ലോണ്ടറിങ് കേസുകൾ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് കേന്ദ്ര ഏജൻസി, അതെടുത്ത് കേന്ദ്ര ഏജൻസികൾക്ക് താല്പര്യമില്ല എന്ന് തോന്നുന്നു. വേറെ ആരുമല്ല പറഞ്ഞു. അല്ല, നിരീക്ഷണമാണ്, വിധിയല്ല. നിരീക്ഷണം, അതിൻ്റെ ഒബ്സർവേഷൻ. അപ്പോൾ ഇത് പറയുമ്പം ആ നിരീക്ഷണം സുപ്രീം കോടതി നടത്തുമ്പം അതെന്താ അർത്ഥമാക്കണേ? കരുവന്നൂർ കേസിന് വേണ്ടി സമരം ചെയ്തുതരാം. അല്ല, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സുരേഷ് ഗോപി അങ്ങനെ അതിന്റെ ഇതാണല്ലോ ഇപ്പം അദ്ദേഹം MP ആയിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം ഇത് സുപ്രീം കോടതിയിലെ ആ കമന്റ് ആരെയൊക്കെ ബാധിക്കും? BJP ബാധിക്കും. യെസ്, BJP ബാധിക്കും. അപ്പോൾ ഇത് ഒരു നെക്സസ് അവിടെ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. ആ നെക്സസിൻ്റെ വലിപ്പം ഇന്ത്യ മുന്നണിയിൽ നിന്നും സ്റ്റാലിന് വേണ്ട അംഗീകാരം കിട്ടുന്നില്ല, അല്ലെ സ്റ്റാലിനെ മറുവശത്തേക്ക് മാറ്റാൻ മോഡി തീരുമാനിച്ചാൽ അൻവർ എവിടെ എത്തും? ഇന്ത്യ മുന്നണി വഴി അല്ലെ സ്റ്റാലിൻ വഴി അൻവർ വേണമെങ്കിൽ BJP മുന്നണിയിലെത്താനുള്ള ചാൻസും അൻവർ തുറന്നിട്ടിട്ടുണ്ട്. നാളെ DMK മുന്നണി നിൽക്കണമെന്ന് യാതൊരു ഉറപ്പില്ല. ഒരു ഘടകകക്ഷി അങ്ങനെ ഈ മുന്നണി തന്നെ നിൽക്കുന്ന ആരും പ്രതീക്ഷിക്കണം. അല്ല, ഇപ്പം അൻവർ DMK ചേരുന്നില്ല, അതാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ അൻവർ ചെയ്യാൻ പോകുന്നത് DMK-യുടെ മുന്നണിയുണ്ട്. DMK നേതൃത്വം നൽകുന്ന തമിഴ്നാട്ടിലൊരു മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് അൻവർ നാളെ പുതിയ പാർട്ടി പ്രഖ്യാപിക്കും. ആ പാർട്ടി ഒരു അഫിലിയേറ്റഡ് പാർട്ടിയായിട്ട്, അതായത് ഇപ്പം ഈ കേരളത്തിലുള്ള LDF മുന്നണി പോലെ തമിഴ്നാട്ടിലുള്ള മുന്നണിയുണ്ട്, DMK-യുടെ മുന്നണി. ഈ DMK-യുടെ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയായി മാറാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു വിചിത്രമായ കാഴ്ച. ഇല്ല, അതിൽ എന്താ അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റാലിനായിട്ട് ഏറ്റവും അടുത്ത് ബന്ധം പുലർത്തുന്നു എന്ന് പറയുന്നത് ഈ കേരളത്തിലെ LDF സർക്കാരും പിണറായി വിജയനാണ്. അദ്ദേഹം തന്നെ ചില മീറ്റിങ്ങുകളിലൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹോദരന് തുല്യമായ ഒരു നേതാവാണ് പിണറായി വിജയൻ എന്ന്. അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും ഞാൻ വളരെ അത്ഭുതത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠം എന്നെ വല്ലാതെ രീതിയിൽ ആകർഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തന്നെ പാർട്ടി കോൺഗ്രസിന് പോയിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ. ആ സമയത്ത് സ്റ്റാലിൻ വന്ന ദിവസമാണ് പോയിട്ടുണ്ടായിരുന്നു. സ്റ്റാലിൻ അവിടെ വെച്ച് പ്രസംഗിച്ച കാര്യമാണ് ഞാനീ പറഞ്ഞത്. അപ്പം ഇത്തരത്തിൽ ബന്ധമുള്ള ഈ സ്റ്റാലിൻ്റെ പാർട്ടിയുമായി ഒരു അലയൻസ് ഉണ്ടാക്കുന്നതിലൂടെ കൃത്യമായിട്ട് CPM-ന് PV അൻവറിനെ ആക്രമിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കലല്ലേ പുള്ളി ലക്ഷ്യമിട്ടത്. ഇനി മറിച്ച് സ്റ്റാലിൻ ഇത്രയും പറഞ്ഞു, പിണറായി വിജയനെ പറ്റി പറഞ്ഞു. നാളെ നമ്മൾ ഇവിടെ സ്റ്റാലിൻ ഫുട്ബോൾ ഉറപ്പിക്കാൻ നോക്കിയാൽ സ്റ്റാലിൻ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് അംഗീകരിക്കുന്ന നേതാവല്ല. DMK പല പരീക്ഷണങ്ങളും നടത്തി, ജയലളിത പോലും നടത്തി. ഈ മൂന്നാറൊക്കെ 10-20,000 ഓട്ടമൊക്കെ കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. പരാജയപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് DMK. ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ, ദ്രാവിഡ പ്രസ്ഥാനം. അത് രാമസ്വാമി നായ്ക്കൻ. ഈ രാമൻ്റെ വിരോധം, രാവണ സ്നേഹം ഇവിടെ വന്നിട്ടില്ല. അൻവറിന് പറ്റാൻ പോകുന്ന ചില ടാക്ടിക്കൽ മിസ്റ്റേക്ക് DMK, നിങ്ങൾ പറഞ്ഞ പോലെ DMK മുന്നണിയുടെ ഭാഗമായ കുഴപ്പമില്ല. പക്ഷേ അവിടെ ഒരു വിചിത്രമായ കാഴ്ച നമ്മൾ കാണും. അവിടെ നമ്മളെ ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേരുമ്പം ഈ രാഹുൽ ഗാന്ധി, ജോസ് കെ മാണി, അഖിലേഷ് യാദവ്,
അൻവർ തുടങ്ങിയവരൊക്കെ കൂടെ ഒരുമിച്ചിരിക്കുന്ന ഇന്ത്യ മുന്നണി യോഗം നമുക്ക് കാണേണ്ടി വരും. അതിനാണ് അൻവർ തയ്യാറാകുന്നതെങ്കിൽ. പക്ഷേ എനിക്ക് പിന്നെ എൻ്റെ സംശയം, ബലമായ സംശയം, രാഹുൽ ഗാന്ധി വെറും സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയാകാൻ നിന്നുകൂടിക്കുകയില്ല, ചെല്ലിയല്ല. അത് നല്ല ഒരുമാതിരി കൊള്ളാവുന്നൊരു 150-200 സീറ്റിനടുത്തെങ്കിലും കോൺഗ്രസിന് കിട്ടിയെങ്കിലും മാത്രമേ അയാൾ ആ ഓപ്ഷൻ ആലോചിക്കുകയുള്ളൂ. അയാൾക്ക് ഒരു ഡിറ്റാച്ച്മെൻ്റ് ഉണ്ട് അധികാരത്തോളം, നന്നായിട്ടുണ്ട്. അപ്പോൾ അയാൾ ഒരു വെറുതെ കയറി അങ്ങോട്ട് ഇരിക്കാൻ ചെല്ലും എന്ന് തോന്നുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഓൾട്ടർനേറ്റീവ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. അവിടെ സ്റ്റാലിനുണ്ട്. മമത ഇവർ പറഞ്ഞാൽ കേൾക്കില്ല, നിങ്ങളുടെ പണി നോക്കണമെന്ന് പറയും. സ്റ്റാലിനെ വേണേൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ സ്റ്റാലിൻ പ്രധാനമന്ത്രിയാകുന്ന ഒരു സെറ്റപ്പ് കോൺഗ്രസിൽ വേണമെങ്കിലും ഉണ്ടാകാം. അവിടെ അഡ്വാൻറ്റേജ് ആർക്കാം? അൻവറിന്. പിന്നെ രണ്ടാമത്തെ കാര്യം, അഖിലേന്ത്യാ തലത്തിലുള്ള ഇന്ത്യ മുന്നണിയുടെ നീക്കങ്ങളെയോ അപ്പോൾ അൻവറിനെ എടുക്കുന്ന കാര്യമോ ഇതിനെയൊന്നും എതിർക്കാൻ മാത്രം ശക്തനല്ല സി പി എം ഇപ്പോൾ. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഇത്രയും ദുർബലമായ ഒരു പാർട്ടി സംവിധാനം ഇന്ന് വേറെ ഇന്ത്യയിൽ. അതാണ് അൻവറിന്റെ ബലം. അൻവറിന്റെ ഇപ്പോഴത്തെ ബലം അല്ലെങ്കിൽ അടിച്ചു പൊളിച്ച് ദൂരെ പണ്ട കളഞ്ഞാനെ. ഈ പരിപാടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീനത്തിന് ഇല്ലായിരുന്നെങ്കിൽ പണ്ടേ അടിച്ചു പൊളിച്ച് കളയാനെ. ഇന്ന് സംസാരിക്കാൻ പോലും ആരും വരുന്നില്ലെന്നേ. ഇപ്പം നമ്മൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ ശരിയാണ്. ജയരാജനും നമ്മുടെ ഇവിടുത്തെ ചന്ദ്രൻപിള്ളയൊക്കെ പറഞ്ഞു എന്നാ പറഞ്ഞത്. സുധാകരൻ നേരത്തെ പറഞ്ഞു. നാളെ സുധാകരൻ ഇന്ന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ ആരാണ് ഈ പ്രായപരിധി തീരുമാനിക്കുന്നത്? ഇതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രായോഗിക രാഷ്ട്രീയത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ CPM രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രായപരിധി ആരാണ് ഉണ്ടാക്കിയത്? എവിടെയാണ് ഉള്ളത്? അതിനെ ആദ്യം സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളായിരിക്കുന്നത്. ഈ കാര്യത്തിൽ സുധാകരനെ സപ്പോർട്ട് ചെയ്യാൻ പിണറായി വിജയൻ മുമ്പിൽ കാണും. അല്ല, പിണറായി വിജയൻ തന്നെ ഇത് ഉണ്ടാക്കിയത്. അതാ പറഞ്ഞത്, PS കളയാൻ. അപ്പോൾ അത് വേണം മാറ്റാൻ പിണറായി വിജയൻ മുമ്പിൽ കാണുമെന്ന്. ഇനി അല്ല, പ്രായപരിധി പറഞ്ഞിട്ടാണ് സുധാകരൻ്റെയൊക്കെ മാറ്റിയത്. അപ്പം ആ കണ്ടീഷൻ മാറ്റാനായിട്ട് ഇനി മുമ്പിൽ നിൽക്കുന്നത് സുധാകരൻ പറഞ്ഞ അഭിപ്രായത്തോട് 100% യോജിക്കുന്നു എന്ന് പറഞ്ഞ് പിണറായി വരും. കാരണം അയാൾക്ക് ആവശ്യമുണ്ട്. ഇത് അത്രേ ഉള്ളൂ. എല്ലാ പാർട്ടിയുടെയും അങ്ങനെ തന്നെ. അൻവറിൻ്റെ പരിപാടി എന്തായിരിക്കും നമ്മളൊന്ന് ആലോചിക്കുക. നാളെ മഞ്ചേരിയിലാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സാമാന്യഗതിയിൽ ഭയങ്കരമായ ആൾ കൂടും. ഒരു പർട്ടിക്കുലർ സ്റ്റേജ് കഴിയുമ്പം, മലപ്പുറം വിട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ, വലിയ മീറ്റിങ്ങുകൾ നടത്തുമ്പം സ്വാഭാവികമായിട്ടും താഴെ തട്ടിലുള്ള മാർക്സിസ്റ്റ് അണികൾക്കൊരു നിലപാടെടുക്കേണ്ടി വരും. ആ അണികൾ പാർട്ടിയോടൊപ്പം അല്ലെങ്കിൽ പിണറായി വിജയനോടൊപ്പം ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവിടെ സംഘർഷമാവും. എം വി രാഘവൻ്റെ മീറ്റിങ്ങുകളൊക്കെ തകർത്ത് കളഞ്ഞ പോലെ സംഘർഷമാവും. അൻവറിനെ സഹായിക്കാൻ കരുണാകരനില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അൻവർ നിൽക്കുന്നത്. എം വി രാഘവനും ഗൗരിയമ്മയൊക്കെ പോന്നപ്പോൾ താങ്ങാൻ, എത്ര താഴോട്ട് വീണാലും താങ്ങാൻ കരുണാകരനുണ്ടായിരുന്നു. ഇന്നില്ല. അൻവറിൻ്റെ ബുദ്ധിമുട്ടതാണ്. പക്ഷേ നമ്മളിൽ കാണേണ്ടത് എം വി രാഘവനെ പുറത്താക്കിയ പോലെ, നമ്മൾ നേരത്തെ കഴിഞ്ഞ പല വീഡിയോയിലൊക്കെ ഈ വിഷയം സംസാരിച്ചിട്ടുള്ളതാണ്. എം വി രാഘവൻ CMB ഉണ്ടാക്കിയതുപോലെയോ അല്ലെങ്കിൽ ഗൗരിയമ്മ JSS ഉണ്ടാക്കിയതുപോലെയോ ഉള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത്. കാരണം ഇവരാരും അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടൊന്നുമല്ല പാർട്ടി വിട്ടത്. അത് തീർത്തും അവരുടെ വ്യൂവിൻ്റെ ഒക്കെ വിഷയമായിരുന്നു. തത്വങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ചില ദാർശനിക പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ഭയങ്കര ഗൗരവതരമാണെന്ന് പാർട്ടിയിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻവറെ മാറ്റി നിർത്തിയ ആരോപണങ്ങൾ ചർച്ച ചെയ്ത വലിയ ആരോപണമാണ്. അതിനെ നിസ്സാരവൽക്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിൽ കാണേണ്ടത്. ഈ മലപ്പുറം വിഷയമൊക്കെ മനഃപൂർവ്വം തന്നെ കൊടുത്ത ഇൻ്റർവ്യൂ ആണ്. ഇത് വേറെ തരത്തിൽ ട്വിസ്റ്റ് ചെയ്യപ്പെടാനും ഇദ്ദേഹത്തിൻ്റെ പുറകിൽ വലിയ ഈ കള്ളക്കടത്ത് മാഫിയകളും അതുപോലെ തന്നെ ഹവാല മാഫിയകളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഈ വൻകിട വർഗീയ ശക്തികളൊക്കെ ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കുന്നു എന്ന് വരുത്തി തീർക്കാനും അതുകൊണ്ട് അൻവറിൻ്റെ നീക്കങ്ങളെ പൂർണ്ണമായും തടയിടാനും വേണ്ടിയിട്ടുള്ള മറ്റൊരു നീക്കമാണ്. പൊളിറ്റിക്കലിയുള്ള നീക്കമല്ല നടന്നത്. കാരണം പിണറായി വിജയൻ അറിയാം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം സത്യമാണെന്ന്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ നീക്കത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ തയ്യാറായില്ല എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അവിടെയാണ് പുള്ളി DMK-ക്ക് പോയി കൈ കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. എവിടെയാ പിണറായി വിജയൻ മുമ്പ് ചോദിച്ചില്ലേ പിണറായി വിജയനെ അംഗീകരിക്കോ സാധിക്കുമോ എന്ന്? പിണറായി വിജയൻ മണ്ടനാണ്, സ്വപ്ന ജീവി തന്നെയാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഇതെല്ലാം എൻ്റെ കീഴിലാണെന്നുള്ള ധൈര്യത്തിലും അഹങ്കാരത്തിലുമാണ് ചെയ്യുന്നത്. എന്നോട് ഇപ്പോൾ കൊടനാടനോടൊക്കെ ന്യൂസ് ചോദിക്കുന്നതന്നെ അരുണറാജ് ചോദിക്കാനാണ് ചോദിക്കുന്നത്. അപ്പം അത്രയ്ക്ക് മാത്രം വിവരം കെട്ട അല്ലെ സ്വപ്ന ജീവിയായിട്ട് പിണറായി വിജയൻ മാറി. പ്രധാനമന്ത്രി സ്ഥാനം ഇപ്പോൾ ഈ ബ്രിട്ടാസൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. വേറെ ആരാ ഉള്ള ഈ മുന്നണിയിൽ? ഇത്രയും പേരെടുത്തതുണ്ടോ? ഇനി രണ്ടാമതൊന്ന് ആലോചിക്കുക. പിണറായി വിജയൻ്റെ
ഇൻ്റർവ്യൂ കേരളത്തിലെ ഏത് പത്രത്തിലും വരികയില്ലായിരുന്നു. കേരളത്തിലെ ഏത് പത്രത്തിലും ആ ഇൻ്റർവ്യൂ വരുമായിരുന്നു. കാരണം കാശ് കൊടുത്താണല്ലോ ഇടാം. അല്ല, കേരളത്തിലെ മാത്രമല്ല, ഇനിയിപ്പോൾ ഹിന്ദുവിലാണ്, അല്ല ഇന്ത്യൻ എക്സ്പ്രസിലാണ്, ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഈ ഇന്റർവ്യൂ വരാൻ തീരുമാനിച്ചത് തന്നെ അദ്ദേഹത്തിന് ട്രിവാൻഡ്രത്ത് തന്നെ ഈ ഇന്റർവ്യൂ പ്ലാൻ ചെയ്യാമായിരുന്നു. അപ്പോൾ ഈ ഇൻ്റർവ്യൂ അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് അങ്ങനെ ഒരു ഒരു സ്റ്റോറി പ്ലാൻ ചെയ്ത് എന്റെയൊക്കെ പുറകില് വലിയ അവിടെ ഞാൻ പറഞ്ഞത് ഇത് അൻവറിനെ ഒരാളിനെ മാത്രം അല്ല, നോർത്ത് ഇന്ത്യയിൽ മുസ്ലിംസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പൊളിറ്റിക്സ് നിലപാടെടുക്കുന്നതുകൊണ്ട് പിണറായി വിജയൻ കണക്ക് കൂടുന്ന കുറേ അഡ്വാൻറ്റേജ്, പക്ഷേ പിണറായി വിജയൻ അത് കിട്ടാൻ പോകുന്നില്ല. ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് അവിടെ. ഇവിടെ വി.ഡി. സതീശനോ ആരെങ്കിലും മുസ്ലിംസിനെ നോർത്ത് ഇന്ത്യ ഇവിടെ പറയുന്ന പോലെ അല്ല അവിടെ ചെല്ലും മുസ്ലിം രാഷ്ട്രീയം പറയുന്നത്. വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണ് പിണറായി വിജയൻ ഒരു അഖിലേന്ത്യാ നേതാവാകണമെങ്കിൽ ഒരു മതേതരത്വ പ്രതിച്ഛായ വേണം. മതേതരത്വ പ്രതിച്ഛായ വേണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ മുസ്ലിം ലീഗിനെ അറ്റാക്ക് ചെയ്യണം. അവിടെ ചെല്ലുമ്പോൾ കുറേ ഹിന്ദു സംഘടനകളെ കൈയിടി കിട്ടുമോ, ഇതാണ് ശ്രമിക്കുന്നത്. നാളെ ഡൽഹി JNUവിലെ SFIക്കാരെ വിളിച്ചാൽ പോലെ അതിനുള്ള ശ്രമമൊക്കെ നടന്നു. ഇതിനിടയ്ക്ക് പിണറായി വിജയൻ വരുമ്പോൾ സ്വീകരണം പൊളിഞ്ഞുപോയി, എന്താണെന്നറിയത്തില്ല. പിണറായി വിജയൻ വരുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ വലിയ സ്വീകരണം കൊടുക്കാനുള്ള പരിപാടികൾ അവിടെ ചെല്ലില്ല. ഇവിടെ പിണറായി വിജയൻ ഈ ഭരണം എങ്ങനെയാണ് പൂർത്തിയാക്കേണ്ടതെന്ന് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് നാഷണൽ അയാൾ പ്രതീക്ഷിക്കുന്നു, അയാളെ അങ്ങനെ വിശ്വസിപ്പിച്ചിരിക്കുന്നു എന്ന്. ഇപ്പോൾ അയാൾക്ക് പറയുന്ന ഈ നമ്മുടെ ഇവരൊക്കെ നടത്തിയ തിരുവാതിരകളിൽ അതിൻ്റെ വല്ല ഇമേജും ഉണ്ടോ? ആ തിരുവാതിരകളി കണ്ട് ആസ്വദിച്ച ആളാ അല്ലേ കാരണഭൂതൻ. കാരണഭൂതനുള്ള പേര് കേട്ടപ്പോൾ മസിലൊക്കെ പൊങ്ങി, രോമങ്ങളൊക്കെ പൊങ്ങി. അത്തരം ഒരു ഇൻഫീരിയർ ബ്രീഡായിട്ട് പിണറായി വിജയനെ മാറ്റി. അതാരാ മാറ്റി നമുക്കറിയാം. അതിൽ ഈ അൻവറിനൊക്കെ പങ്കുണ്ട്. പിണറായി വിജയൻ്റെ ട്രാൻസ്ഫോർമേഷനിൽ ഇങ്ങനെ ഒരാളായിട്ട് മാറ്റുമ്പം അതിൽ ഇവർക്ക് ഈ ഗ്രൂപ്പിനൊക്കെ പങ്കുണ്ട്. ഇതിൽ ഒറ്റക്കൊട്ട ആരും മോശക്കാരല്ല. ഈ ഗ്രൂപ്പ് അവരുടെ ഉദ്ദേശം സാധിച്ചു. പിണറായി വിജയനെ ഒന്നുമല്ലാത്ത ഒരാളാക്കി മാറ്റിയിട്ടാണ് അവർ അറ്റാക്ക് തുടങ്ങുന്നത്. ശക്തനായ പിണറായി വിജയനായിരുന്നു ഇവർക്ക് അനങ്ങാൻ പറ്റുമോ? അനങ്ങുമായിരുന്നു. ഇപ്പോൾ MP ജയരാജൻ വരെ പിണറായി വിജയനെ എതിർത്തെന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ കളി പറയാമോ? അല്ല, സ്വാഭാവികമായിട്ടും ഇപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കൃത്യമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. പിണറായിയുടെ ശൈലി തന്നെയാണ് ഈ വലിയ തിരിച്ചടിക്ക് കാരണമെന്നുള്ളത് പാർട്ടിയുടെ താഴെ ഘടകത്തിൽ തൊട്ട് മേലേ ഘടകം വരെ ചർച്ച ചെയ്യുകയും അത്തരത്തിലുള്ള റിപ്പോർട്ടൊക്കെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും CPMന്റെ ഒരു ഘടന വെച്ചിട്ട് CPM ഒരു പിന്നെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. അതുപോലെ തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരുടെ ഒരാളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുന്നു. അപ്പം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് മാറ്റാൻ പറ്റുന്ന ഒരു രീതിയല്ല ഇതിൻ്റെ ഒരു ഘടന എന്നുള്ളതാണ് വിഷയം. പാർട്ടിയുടെ ഘടന വെച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോഴും ശരിക്കും ശക്തനായി നിൽക്കുന്നത്. പാർട്ടിയുടെ ഒരു പിന്നെ ജനാധിപത്യ പാർട്ടി ആയിരുന്നെങ്കിൽ എന്നേ രാജിവെച്ച് പോകേണ്ടി വന്നേനെ. ഇത്രയും കാലം ഇരിക്കാൻ പറ്റുമോ പിണറായി വിജയൻ? ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലൊരു രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായിട്ട് ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള പിടി ആരുടെ കയ്യിലാണ്? പിണറായി വിജയൻ ആയതുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും തുടരുന്നത്. പക്ഷേ ഇപ്പം ഈ അൻവർ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്. അതുപോലെ തന്നെ ADGP ഒക്കെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും നടക്കും. അപ്പോൾ ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും കൂടിയാണ് PV അൻവർ ഈ ഒരു പുതിയ നീക്കം നടക്കുന്നു എന്നുള്ളത്. ഒന്നിലും താല്പര്യമില്ലാത്ത ലക്ഷോപലക്ഷം ആളുകൾ ഈ പാർട്ടിയുടെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. അവർക്ക് യാതൊരു മറ്റു താല്പര്യമില്ല. ഒരു ലാഭേച്ഛയും കൂടാതെ ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് എത്രയോ വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ ഈ പാർട്ടിയിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ശരിക്കും വലിയ രീതിയിൽ മനസ്താപം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ കാണേണ്ടത്. പാർട്ടിയുടെ പ്രവർത്തനം എന്ന് ഞാൻ പറയുന്നില്ല, പിണറായിയുടെയും സംഘങ്ങളുടെയും പ്രവർത്തനം എന്ന് വേണമെങ്കിൽ പറയേണ്ടതുണ്ട്. അല്ല, നമ്മൾ പറയുമ്പോൾ ഒന്നും കാണാതെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്, ഒരു ലാഭം നോക്കാതെ. അതുപോലെ തന്നെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെല്ലാം, അതിൻ്റെ മേൽത്തട്ടിൽ അതിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെല്ലാം ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. സംഘടന നിയന്ത്രിക്കുന്ന ശക്തികളെല്ലാം ഒത്തിരി കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അവരാണ് ഈ പാർട്ടിയുടെ തകർച്ചയും മുമ്പോട്ടുള്ള വളർച്ചയും തകർത്തത്. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായിക്ക് പറ്റുമോ? പിന്നെ രണ്ടാമത് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട പോയിൻ്റാണ്, എന്നാൽ ആദ്യം തന്നെ പറയേണ്ടി വരും. അൻവർ ഉയർത്തിവിട്ടിരിക്കുന്ന പ്രശ്നം അതെവിടെ ചെന്ന് കൊള്ളുമെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി മോഹൻലാലും കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് ഒരു കൊച്ചിനെ പറ്റി പറഞ്ഞല്ലേ, മോൾ ഉയർത്തിവിട്ടിരിക്കുന്ന
എവിടെയെല്ലാം ചെന്ന് കത്തും. അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന പ്രശ്നം എവിടം വരെ ചെന്നേക്കും പറയാമോ? ഇതിന് അൻവർ പറഞ്ഞ പ്രശ്നത്തെപ്പറ്റി, ഈ ഉന്നയിച്ച ആരോപണങ്ങളെപ്പറ്റി സത്യസന്ധമായി അന്വേഷിക്കാൻ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വമോ ലീഗിൻ്റെ നേതൃത്വമോ ഉൾപ്പെടുന്ന മുന്നണിക്ക് സാധിക്കുമോ? ചോദ്യം വരാൻ ഇതിനെപ്പറ്റി അവർ അഭിപ്രായം പറയട്ടെ. ഈ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് അവർ അഭിപ്രായം പറയട്ടെ. എന്തേ പറയാത്തെ? അൻവർ ഉയർത്തിയ ആരോപണം മലപ്പുറം ജില്ല ഉണ്ടോ, സ്വർണ്ണക്കടത്തുണ്ടോ ഇല്ലയോ, മയക്കുമരുന്ന് കടത്തുണ്ടോ ഇല്ലയോ, മലപ്പുറം ജില്ലയാണ് അതിൻ്റെ ഹബ്ബ്, ഇത് ഇവർ പറയട്ടെ. ഇവിടെ ഇല്ലെന്ന്, കേരളത്തിൽ ഈ പരിപാടി ഇല്ലെന്ന് ഇവർ പറയട്ടെ. പറയാൻ പറ്റുമോ? അതിപ്പോൾ മലപ്പുറം ജില്ല മാത്രമല്ലെന്ന് ഹബ്ബ്, എവിടെ സൗകര്യം കിട്ടുന്ന എല്ലാവിടെയും ഉണ്ട്. ഇപ്പോൾ കൊച്ചിയിൽ ഒരു മാസം എത്രത്തോളം മയക്കുമരുന്ന് പിടിക്കുന്നുണ്ട്. അല്ല, ഈ ചെകുവര മന്ത്രം പറഞ്ഞ് ഛത്തീസ്ഗഡിലെ കാട്ടിൽ നിന്ന് അവൻ കൊണ്ടുവരും, ഇങ്ങോട്ട് മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവരും, ട്രെയിനിൽ കയറ്റിയിട്ട് എല്ലാ ദിവസവും കൊണ്ടുവരുന്നുണ്ട്. കിൻഡൽ കണക്കിന് സാധനമാണ് കൊച്ചി. വെള്ളി ട്രെയിനിൻ്റെ അടിയിലിട്ട് കൊണ്ടുവരും വെള്ളി. ആ റെയിൽവേയിലെ അവിടെ നിൽക്കുന്ന 2 പോലീസുകാരാണ് അത് നോക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന വെള്ളി കട്ടികൾ കൊണ്ടുവരും, സീറ്റിൻ്റെ അടിയിൽ, നമ്മുടെയൊക്കെ സീറ്റിൻ്റെ അടിയിൽ കൊണ്ടുവരും. ആരും തൊടിയല്ല. കോയമ്പത്തൂരോ സേലത്ത് ഇറക്കി കൊണ്ടുപോലും. അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് റെയിൽവേയിലെ ഈ 2 ബോഗിയിൽ 2 അറ്റത്ത് ഓരോരുത്തം കാണും. അവനാണ് നോക്കുന്നത്. നമുക്കൊന്നും അവരൊന്നും അറിയാതെയാണ് അവരാണ് നോക്കുന്നത്. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയ ഒരു വലിയൊരു ചരിത്രം നിലനിൽക്കുന്ന ഒരു സർക്കാരാണ് ഈ ഇതേ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതൊക്കെയുള്ള വലിയ വിഷയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒറ്റൊരു സംശയം ഇത്രയേ ഉള്ളൂ. ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ പിൻപറ്റിക്കൊണ്ട് PV അൻവറിന് കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയൊരു രാഷ്ട്രീയ നീക്കം നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ കാണാതെ നമ്മൾ അൻവറിന് എന്ത് ചെയ്യാൻ പറ്റുന്ന ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാമസ്വാമി നായ്ക്കരുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ല അണ്ണാദുരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ജാതി വിരുദ്ധതയായിരുന്നു. അതെ, സോഷ്യലിസം എന്നൊക്കെയാണ് അവർ ജാതി വിരുദ്ധതയായിരുന്നു. രാമൻ്റെ പ്രതിമ രാവണൻ്റെ കൊണ്ടു നടക്കുക, രാമൻ്റെ പ്രതിമ വെള്ളത്തിൽ കത്തിക്കുകയൊക്കെ ചെയ്യുന്ന പല പരിപാടി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത്രയ്ക്ക് മാത്രം തീവ്രമായ ഇന്നാണ് അവർ ചെയ്യുക. പക്ഷേ ഏറ്റവും കൂടുതൽ ജാതിയുടെ പേരിലുള്ള ദുരഭിമാന കൊലകൾ നടക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? തമിഴ്നാട് തന്നെയാണ്. തമിഴ്നാട് തന്നെയാണ്. പിന്നെ മാത്രമല്ല, അവിടെ ജാതിയിൽ താഴ്ന്നവന് ഇപ്പോഴും ജീവിക്കാൻ സാഹചര്യമില്ല. താങ്കൾ പറഞ്ഞതിൻ്റെ അപ്പം ഇത്രയും ആശയപ്രചരണം അവിടെ നടത്തിയിട്ടും അധികാരം കൈയാളിയിട്ടും ഇത് തൊടാൻ അവർക്ക് പറ്റുന്നില്ല. അതിൻ്റെ അർത്ഥം പർട്ടിക്കുലർ പോയിന്റിൽ അധികാരം കിട്ടി കുറച്ച് നാൾ കഴിയുമ്പം ഭരണകൂടത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നുള്ളതായിരിക്കും ആരുടെ പ്രശ്നം. അധികാരത്തിൽ ഇരിക്കുന്നതിൻ്റെ പ്രശ്നം കസേരയ്ക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അത് ഇളകാതിരിക്കണം. അതിന് ജാതി ഘടകങ്ങളെ സ്വാധീനിക്കണം, അല്ലെ നിയന്ത്രിക്കണം. ഈ മറ്റവൻ അധികാരത്തിലില്ല, അവനങ്ങ് മാറിപ്പോക്കോളും. ധർമ്മപുരി, സേലം ജില്ലയിലൊക്കെ ഭയങ്കരമായി നക്സലൈറ്റ് മൂവ്മെൻ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ധർമ്മപുരിയൊക്കെ. അതിലങ്ങോട്ടും ചെല്ലാൻ മേലായിരുന്നു. അതൊന്നും ഇല്ലാതെ പോയി, ക്രമത്തിലില്ലാതെ പോയി. എങ്ങനെ ഇല്ലാതെ പോയി? അപ്പോൾ ഈ അൻവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസ്ലിം സമുദായത്തെയാണ് മുമ്പോട്ട് നിർത്താൻ പോകുന്നതെങ്കിൽ ഈ മെഷീനറി, അൻവർ സൃഷ്ടിച്ചെടുക്കാൻ പോകുന്ന മെഷീനറി അവരുടെ താല്പര്യത്തിന് പറ്റുന്നില്ല എങ്കിൽ സമരത്തിനൊക്കെ കൂടും. ഇവിടെ BJPയുടെ കൂടെ സമരത്തിന് മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഒത്തിരി ഹിന്ദുക്കളുണ്ടായിരുന്നു. ശബരിമല അയ്യപ്പനെ മുമ്പ് നിർത്തി ചെയ്തപ്പോൾ അല്ലേ? BJP പത്തനംതിട്ട ഇപ്പം ജയിക്കുന്ന സുരേന്ദ്രൻ ഓടി വന്നു അങ്ങോട്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ സംഭവം. നാളെ അൻവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അൻവറിനെ കൊണ്ടോ അൻവർ ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടിയെ കൊണ്ടോ സാധിക്കുന്നില്ല എന്നുള്ള ധാരണ പതുക്കെ വരും. അൻവർ പിന്നെ കാണിക്കുന്നൊരു ഈ ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ, മാരത്തൺ ഓട്ടത്തിനൊക്കെ പോകുമ്പോൾ 100 മീറ്ററിൻ്റെ കൂട്ട് ആദ്യം ഓടാൻ തുടങ്ങി എന്നാ പറ്റും? പെട്ടെന്ന് തീരും. അൻവറിന് എന്താ ജനങ്ങളോട് പറയാൻ പറ്റിയിരിക്കുന്നത് ഇത്ര നാളായിട്ട്? ഈ ചാനലിൽ കൂടെയോ അല്ലെങ്കിൽ അവിടെ മലപ്പുറം ജില്ലയിൽ പറഞ്ഞിട്ട് മാത്രം കാര്യമുണ്ടോ? ജനങ്ങളോട് എന്ത് പറയണം അൻവർ? ഇവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് പറയും? പിണറായി വിജയൻ മാത്രമാണോ പ്രശ്നം ഇവിടുത്തെ? അപ്പോൾ അത് അൻവർ അഡ്രസ്സ് ചെയ്യാതെ അൻവറിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. മലപ്പുറത്തെ പ്രശ്നം മാത്രമല്ല, മലപ്പുറത്തെ അവമാനിച്ചു എന്നുള്ള പ്രശ്നമല്ല. മലപ്പുറത്തെ അവമാനിച്ചു എന്നൊക്കെ പറഞ്ഞ ഈ ഒരു 10-24 ദിവസത്തിന് ശേഷം വന്നൊരു സംഭവം. വീണ് കിട്ടിയതല്ല, എറിഞ്ഞു കൊടുത്തതാണ്. പിണറായി വിജയൻ എറിഞ്ഞു കൊടുത്തതിന്റെ പുറകെ അവരെ ഓടിയുന്നില്ല. അത് അത്രയേ ഉള്ളൂ. അല്ലാതെ PV അൻവർ ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു മുസ്ലിം രാഷ്ട്രീയമല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിം രാഷ്ട്രീയമൊന്നുമല്ല. അപ്പം മലപ്പുറത്തെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചു, പിണറായി വിജയൻ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് മനഃപൂർവ്വമാണ്. കാരണം അതിന്റെ പുറകെ
കൃത്യമായിട്ട് PV അൻവറും മറ്റുള്ള ചില ആളുകളും കടിക്കുമെന്നും അത് കടിച്ചാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എന്താണോ ഉദ്ദേശിച്ചത് ആ തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം കൃത്യമായിട്ട്. ഇവിടെ ഒരു ഇന്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് മുഖ്യമന്ത്രിക്ക് വിവരങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവുമല്ലോ. അല്ലാതെ മുഖ്യമന്ത്രി പാർട്ടിക്കാരെ മാത്രം വിശ്വസിച്ചിട്ടാണോ കാര്യങ്ങൾ നീക്കുന്നത്? ഒരിക്കലും ആയിരിക്കില്ലല്ലോ. അല്ല, പാർട്ടിക്കാരെ ഒരു മുഖ്യമന്ത്രിയും വിശ്വസിക്കില്ല. ഇതിൽ അൻവറിന് പറ്റുന്ന വേറൊരു തകരാറ്, അൻവർ ശരിക്കും അഡ്രസ്സ് ചെയ്യാൻ, അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇപ്പോൾ സാധാരണക്കാർക്ക് അൻവർ പറയുന്ന കാര്യങ്ങൾ കൗതുകമുണ്ട്, പക്ഷേ വോട്ടിലേക്ക് അത് മാറിയില്ല. കാരണം അൻവറിന് സ്ഥാനാർത്ഥികളെ എല്ലായിടത്തും പൊള്ളാവുന്നവരെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അല്ല, ഇദ്ദേഹം ഇപ്പം പറയുന്ന പ്രകാരമാണെങ്കിൽ CPM എന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ അസ്വസ്ഥരായ അല്ലെങ്കിൽ അക്കോമഡേഷൻ കിട്ടാതെ പോയ ആളുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അത് സ്വാഭാവികമായിട്ട് വന്നേക്കാം. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നോ അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം സ്വീകാര്യത കിട്ടുമെന്നതിനെ കുറിച്ചൊന്നും വലിയൊരു പഠനമൊന്നും അൻവർ നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ CPM എന്ന് കുറേ ആൾക്കാർ ചിലപ്പോൾ വന്നേക്കാം, അല്ലെങ്കിൽ CPM പല ആളുകളും ചിലപ്പോൾ അൻവറിന് പിന്തുണയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടാക്കാം. പക്ഷേ ഇതൊരു പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും DMK മുന്നണിയായിട്ട് സഖ്യത്തിലൊക്കെ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ദാറ്റ്സ് ദ പോയിന്റ്. ഇനി ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറഞ്ഞാൽ, കേരളം, വെസ്റ്റ് ബംഗാൾ, ത്രിപുര പോയല്ലോ, ഡൽഹി കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെട്ട സ്ഥലങ്ങളാണ്. ഇവിടങ്ങളിലെ ഈ കോൺഗ്രസ് അല്ലെ BJP വിരുദ്ധ രാഷ്ട്രീയത്തിനും ഉത്തർപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഇങ്ങനെയുള്ള സ്ഥലത്ത് BJP വിരുദ്ധ രാഷ്ട്രീയത്തിനും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം, അവിടെയെല്ലാം ഏതെങ്കിലും ജാതി സമുദായ സമവാക്യങ്ങളാണ് മറ്റ് സ്ഥലങ്ങളിൽ. ഈ 3 സ്റ്റേറ്റിലും മമതയ്ക്ക് ഏതെങ്കിലും ഒരു ജാതിയുടെ പിന്തുണയുണ്ടോ? ഇല്ല, ജാതിയുടെ പിന്തുണ ഇല്ലാന്ന് മാത്രമല്ല, അവരിപ്പോഴും BJPയെ ആണല്ലോ ഏറ്റവും കൂടെ എതിർത്ത് നിൽക്കുന്നത്. അല്ലാതെ കോൺഗ്രസിൻ്റെ കാലത്ത് കോൺഗ്രസിനെ എതിർത്ത് കോൺഗ്രസിൽ നിന്ന് വന്ന് ശക്തിപ്പെട്ട് വന്നതാണ്. അതെ, മമതയ്ക്കില്ല. കേജ്രിവാളിന് ഏതെങ്കിലും പ്രത്യേക ജാതിയുടെ പിന്തുണ ഇല്ല. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഹിന്ദുത്വം ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന് ഒരു ഹിന്ദുത്വ, അത് BJP രാമനെ പിടിച്ചാൽ ഇത് അത് മമതയ്ക്കുണ്ട്. BJP രാമനെ കൊണ്ട് ദുർഗ കൊണ്ട് അല്ല, പശ്ചിമ ബംഗാളിന്റെ യഥാർത്ഥ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദുർഗയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇവന്മാർ രാമനെ പിടിച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ അങ്ങനെ അത്ര അല്ലാതെ ഒരു സമുദായത്തെ അതേ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ വിജയിക്കേണ്ട നേതാവ് ഗൗരിയിലായിരുന്നു. സമുദായത്തിൻ്റെ ബലത്തിലൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അത്രയും ഹൈസ്റ്റ്, അൻവർ ഇവിടെ നിൽക്കുന്നു, ഗൗരി ഇവിടെ നിൽക്കുന്നു, അത്രയും ഇപ്പം നമ്മളെ ബഹുമാനം കൊണ്ട് നമുക്ക് കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് ഗൗരിയമ്മ കയറി ചെല്ലുമ്പോൾ IAS എത്ര വലിയ പട്ടരാണേലും നമ്പൂരിയാണേലും ക്രിസ്ത്യാനിയാണേലും നായരാണേലും ഒന്നും കിടക്കും. അങ്ങനെയുള്ള 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൻ്റെ ഗൗരിയമ്മ ചുവത്തിയായിട്ട് കണക്കാക്കി മാറ്റി നിർത്താത്തിൻ്റെ. അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്. എങ്ങനെയാണ്, മാത്രമല്ല ഇപ്പം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളത് കൂടെ കേട്ടാലേ നമുക്കിത് പൂർണ്ണമായും നമുക്ക് ഈ ഒരു കൺക്ലൂഷൻ എത്താൻ പറ്റുള്ളൂ. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു മൂവ്മെന്റ് വെച്ചിട്ട് ഇപ്പം നാളെ അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം നയപരിപാടികൾ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇന്നേ വരെയുള്ള ഒരു മൂവ്മെന്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്, അദ്ദേഹത്തിന് അത്തരത്തിൽ വലിയൊരു സ്വീകാര്യത കിട്ടാനുള്ള സാധ്യത കുറവാണ്. അൻവറിന് സ്വീകാര്യത കിട്ടണമെങ്കിൽ സ്വീകാര്യത കിട്ടില്ല. അപ്പോൾ ഒരു ഘടകകക്ഷി പോലെ മനോജ് ജേക്കബിൻ്റെ ഘടകകക്ഷിയായിട്ട് UDFൻ്റെ പാർട്ടായിട്ട് മന്ത്രിയൊക്കെ ആയിട്ടിരിക്കാം. അല്ല, അത്രയും ചെറിയൊരു ആവശ്യമാണെങ്കിൽ മന്ത്രി എന്തായാലും ആക്കൂല. ആക്കാത്ത തന്നെയാണ് ഇതിന്റെ ഒരു മെയിൻ പ്രശ്നം. യഥാർത്ഥത്തിൽ ഈ അൻവറിനെ അവർ നേരത്തെ തന്നെ മന്ത്രിയാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ CPM ഇത്രയും വലിയൊരു പ്രതിസന്ധി ഒന്നും. സാമ്പത്തികമായിട്ട് കുറെ സമ്പന്നമായ CPM, സാമ്പത്തികമായിട്ട് CPM സമ്പന്നമായ ഇവിടെ അൻവറിനെ രക്ഷപ്പെടാൻ ഒന്നും UDFൻ്റെ കൂടെ ഈ രീതി ചെല്ലാനേ പറ്റുള്ളൂ. പിന്നെ കിടക്കുന്ന നമ്മൾ പറഞ്ഞ ലാസ്റ്റ് ഓപ്ഷൻ പറഞ്ഞില്ലേ, DMK തന്നെ BJP മുന്നണിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ അൻവറിന് നിൽക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ആ മുന്നണി നിൽക്കാൻ പറ്റില്ല. അല്ല, അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ കൂട്ടങ്ങൾ നടക്കത്തില്ലേ? അത് നടക്കില്ല. ഒരു സുരേഷ് ഗോപി നടക്കില്ല. അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെ കൂടെ ഇപ്പോൾ DMK ഇപ്പോഴത്തെ ഒരു ഇത് വെച്ചിട്ട് അദ്ദേഹം ഒരിക്കലും അതിനുള്ള ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും അദ്ദേഹം പോകാൻ തയ്യാറായില്ല. ഇനി അങ്ങനെ ഒരു സംഭവിക്കുമെന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. പക്ഷേ അത്തരത്തിലൊരു തീരുമാനം DMK എടുത്താൽ പിന്നെ DMKന്റെ മുന്നണിയിൽ അൻവറിന് തുടരാനൊന്നും പറ്റില്ല. അതൊന്നും നമുക്ക് അവിടെ സ്റ്റാലിന് BJPന്ന് കിട്ടേണ്ട ഒരു ഒറ്റ ഉറപ്പേ ഉള്ളതെന്നാണ് പറയുന്നത്. ശരിയാണെന്ന് അറിയത്തില്ല. ഒറ്റ ഉറപ്പെന്ന് പറഞ്ഞാൽ മറ്റവനുണ്ടല്ലോ, ആരാ മകൻ ഉപമുഖ്യമന്ത്രിയാക്കി, സ്റ്റാലിനെ കേന്ദ്രമന്ത്രിയാക്കണം, ഇവനെ ഇവിടെ മുഖ്യമന്ത്രിയാക്കണം.
അപ്പോൾ അതിന് ശ്രമിക്കുമ്പോൾ പാർട്ടിക്കകത്ത് എതിർപ്പുണ്ടാവും, പാർട്ടിക്കകത്ത് എതിർപ്പുണ്ടാവും. അപ്പോൾ ഇത് ഉദ്ദേശിച്ച അവിടെ തമാശ ഞാൻ പറഞ്ഞ പിണറായി വിജയൻ നമ്മുടെ ആദ്യത്തെ BJP മുഖ്യമന്ത്രി കേരളത്തിൽ ആകുമെന്ന് ചോദിച്ചത്. സ്റ്റാലിന് അത് കൺസോളിഡേറ്റഡ് ആയിട്ട് ഉറപ്പായിട്ട് ഗ്യാരണ്ടി ആയിട്ട് കിട്ടി. സ്റ്റാലിന് അത് പറയാം, കാരണം 39 സീറ്റുള്ള സ്റ്റാലിന് അത് പറയാം. മാത്രമല്ല ഒരു സീറ്റുള്ള പിണറായി വിജയൻ എന്ത് പറയാൻ പറ്റുന്നത്? ഒരു സീറ്റോ എന്താ പറഞ്ഞത്? നിങ്ങൾ അന്തർദേശീയ കമ്മ്യൂണിസത്തിന്റെ അന്തർദേശീയ കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാലിന്റെ കൊടുത്ത ഒരു സംഭാവനയിലാണ് ഇപ്പം സ്റ്റാലിനും കോൺഗ്രസും കോൺഗ്രസും സ്റ്റാലിനൊക്കെ സഹായിച്ചുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ CPM ദേശീയ പാർട്ടി എന്ന് പറഞ്ഞ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ആകെ ഒരു സീറ്റും കൊണ്ട് പാവപ്പെട്ട ആ രാധാകൃഷ്ണൻ അനാഥനായിട്ട് അവിടെ ഇരിക്കേണ്ടി വന്നേനെ. അല്ല, അൻവറും ഫലത്തിൽ അനാഥം തന്നെയാണ്, ഫലത്തിൽ അനാഥം തന്നെയാണ്. ഇപ്പം ഇന്നോ നാളെയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ജയരാജൻ ഇങ്ങനെയുള്ള നമ്മൾ ചന്ദ്രൻപിള്ള, സുധാകരൻ, ഇങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരു നല്ല കോംപ്രമൈസ് ഉണ്ടായാൽ എല്ലാ നേതാക്കന്മാരും കൂടെ ചേർന്ന് ഇപ്പം നമുക്ക് പാർട്ടി പിടിച്ചു നിൽക്കാൻ ആവശ്യം പിണറായി വിജയൻ 6 മാസം കഴിഞ്ഞ് മാറിക്കൊടുക്കാവുന്നൊരു പാക്കേജ്, പല രീതിയിലുള്ള പാക്കേജ് ഉണ്ടാകാം. അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോയിലേക്ക് ഞാൻ മാറിയിട്ട് വേറെ 2 പേരെ വിടാം, ഇങ്ങനെ പല രീതിയിൽ വരാം. റിയാസിനെ കഴിയുന്നതും ഔദ്യോഗിക രംഗത്ത് കളിപ്പിക്കാതിരിക്കാം. ഈ അഷുറൻസിൻ്റെ പുറത്ത് ഇത് കൊള്ളാവുന്ന ആരെങ്കിലും 3-4 പേര് കൂടി ഒരു പാക്കേജ് MV ജയരാജനും ഗോവിന്ദ മാസ്റ്ററും ഒക്കെ കൂടെ വർക്കൗട്ട് ചെയ്താൽ തൽക്കാലം പാർട്ടിക്കകത്തെ പ്രതിസന്ധിയിൽ നിന്ന് നേടാൻ പറ്റും. പിന്നെ രണ്ടാമത് പിണറായി വിജയൻ മാറിക്കൊടുക്കുകയും പകരം ഈവൻ ശൈലജ ടീച്ചറാണെപ്പോലും അങ്ങനെ ആരെങ്കിലുമൊക്കെ ലീഡർഷിപ്പിലേക്ക് വരികയും ചെയ്താൽ ചിത്രം മൊത്തം മാറും. അപ്പോൾ അപ്പോഴും അൻവർ വെള്ളത്തിലാവും. അപ്പോഴും പക്ഷെ അൻവറിന് അങ്ങനെ പറഞ്ഞ് മാറിക്കഴിഞ്ഞാൽ ഉടനെ എനിക്ക് വിരോധം പിണറായി വിജയനുമായിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ അൻവറിനും വഴിയുണ്ട്. അവിടെ വേണമെങ്കിൽ അൻവറിനെ കൊണ്ടുവരാനും നോക്കും. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ഒരു ഉന്നതനുണ്ടെന്നാണ് പറയുന്നത്, ആരാന്നറിയത്തില്ല, ഒരു പിടിയില്ല. വല്ല പിടിയുണ്ടോ? അല്ല, കണ്ണൂരിൽ കുറേ ഉന്നതന്മാരുള്ളത്. അല്ല, എല്ലാവരും അത് അഭിനയിക്കുക, എല്ലാവരും ഉന്നതന്മാരായിട്ട് ഉണ്ടോ? അവിടെ കണ്ണൂർ P ജയരാജൻ ഉന്നതനാണ്. പി ജയരാജൻ ഉന്നതനാണ്. ഗോവിന്ദ മാഷ് ഓൾറെഡി ഉന്നതനായിട്ടിരിക്കുകയാണ്, ഈ പാർട്ടീൻ്റെ തലപ്പത്തിരിക്കുന്നു. അതുകൊണ്ട് ആരാണ് വരുമെന്ന് നമുക്കറിയില്ല. പക്ഷേ കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ ഒരു ഉന്നതം വന്നുകൊണ്ടൊന്നും പാർട്ടിക്ക് അവിടെ ഭയങ്കര ക്ഷീണം സംഭവിക്കുന്നുള്ളൊരു ഒന്നും എനിക്കില്ല. അങ്ങനെ MB രാഘവൻ പോലും, ഏറ്റവും വലിയ ഉന്നതനായ MB രാഘവൻ പോയപ്പോൾ പോലും കണ്ണൂരിലൊന്നും വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അൻവറിന് ഈ പറഞ്ഞ ലാസ്റ്റ് അൻവർ ലക്ഷ്യമിടുന്നത് വെറും CPM എന്നുള്ള ആളുകളെ മാത്രമല്ലെന്ന്, അവിടെയാണ് വിഷയം. അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഈ കോൺഗ്രസ് എന്ന ആളുകൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്, മുസ്ലിം ലീഗ് ആളുകൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്, CPM എന്ന ആളുകൾ വരുമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ പല പാർട്ടികളിൽ. അതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വലിയൊരു നെക്സസ് ഉണ്ട് എന്ന് പറയുന്നത്. ഇവിടെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ പിണറായി വിജയനും VD സതീശനും തുടങ്ങുന്ന ഇത്തരം നേതാക്കന്മാർ, K സുരേന്ദ്രനും ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയൊരു നെക്സസ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? ഇപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇപ്പം മറ്റേ ഇയാളവിടെ തഴഞ്ഞിട്ടിരിക്കുക, ആരെയാ? നമ്മുടെ ഷാജി, ലീഗ് തഴഞ്ഞിട്ടിരിക്കുക. ഷാജിയൊക്കെ വരും. ഷാജി ഇത് രക്ഷപ്പെടുന്നു കണ്ടാൽ. അതെ, അല്ല, ഷാജി ഇപ്പൊ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആകെ ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഷാജിക്ക് മാത്രമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഷാജിയെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി എന്ന മഹാമേരു അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഷാജിക്ക് മുസ്ലിം ലീഗിൽ അക്കോമഡേഷൻ കുറവാണ്. അപ്പം ഷാജിൻ്റെ ഒരു സ്റ്റൈലും ഷാജി ഉയർത്തുന്ന ചില രീതികളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഷാജി ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയാൽ ഭയങ്കരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാൽ നമുക്കറിയാം. ഷാജിക്കുണ്ട്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ പിന്നെ ഈ PV അൻവറും ഷാജിയും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള ഒരു നീക്കമാണെങ്കിൽ കുറേയൊക്കെ ആളുകൾക്ക് ലീഗിൽ നിന്നൊക്കെയുള്ള കുറേ യൂത്തൊക്കെ ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്ന വോട്ടുകളിൽ 90% UDF വോട്ടുകളായിരിക്കും. അതെ, അവിടെയാണ് ഞാൻ പറഞ്ഞ അൻവറിന്റെ ഏറ്റവും വലിയ അപകടം. അത് നന്നായിട്ട് പിണറായി വിജയൻ അറിയാവുന്നത്. നീ കൊണ്ടുപോകണേ കൊണ്ടുപോകൂ. ലീഗിൻ്റെ 10 MLA പറഞ്ഞാൽ പിണറായിക്കാണ് നഷ്ടം. അവിടെയാണ് ലീഗിന് അൻവറുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ നിർബന്ധിതരാകും എന്നാണ് ഞങ്ങളെ കൂട്ടുന്നത്. അത് ലീഗിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും.